പകുതിയിലധികം മുറിച്ചു മാറ്റിയാലും വീണ്ടും പഴയപടി വളർന്നു വരാൻ കഴിയുന്ന ശരീരത്തിലെ ഏക അവയവം കരൾ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ലിവറിനെ കുറിച്ച് ഒരു സ്കേറി ട്രൂത്ത് ഉണ്ട്. ലിവറിന് 70% കേടുപാടുകൾ വരുന്നതുവരെ ശരീരം പലപ്പോഴും ഒരു സിഗ്നൽ പോലും തരില്ല. നമ്മൾ നോർമലായി ജീവിക്കും, ഉറങ്ങും, ഉണ്ണും, ചിരിക്കും. പക്ഷേ അകത്ത് നിശബ്ദമായി ഡാമേജ് നടക്കുകയായിരിക്കും. കാരണം ലിവറിലെ ബാക്കിയുള്ള ഹെൽത്തി സെൽസ് കേടുവന്ന ഭാഗത്തിന്റെ ജോലി കൂടി ഏറ്റെടുത്ത് നടത്തും. നിങ്ങളെ എല്ലാം ഓക്കെ ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ലിവർ വീർത്ത് പുറത്തെ ആവരണം സ്ട്രെച്ച് ആകുമ്പോഴാണ് വലതുഭാഗത്ത് ഒരു ഹെവിനെസ്, ഒരു പ്രഷർ, ഒരു ഡിസ്കംഫേർട്ട് എല്ലാം അനുഭവപ്പെടുന്നത്. എന്നാൽ അത് വരുമ്പോഴേക്കും പലപ്പോഴും വളരെ വൈകിപ്പോയിരിക്കും. പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ്: ലിവർ ഇത്ര നിശബ്ദമായി ഇത്ര വലിയ ജോലികൾ എങ്ങനെ ചെയ്യും? അത് വിഷങ്ങളെ പുറത്തേക്ക് നേരിട്ട് കളയുന്നില്ല. ഒരു കെമിക്കൽ ലാബ് പോലെ വിഷങ്ങളെ 3 ഘട്ടങ്ങളിലൂടെ കടത്തിവിടും. ഫേസ് 1 വിഷങ്ങളെ പൊളിച്ചു മാറ്റും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ഫേസ് 2 അവയെ ന്യൂട്രലൈസ് ചെയ്ത് സേഫാക്കി മാറ്റും. ഫേസ് 3 വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലാക്കി യൂറിൻ വഴി, വിയർപ്പ് വഴി, മലം വഴിയെല്ലാം പുറത്തേക്ക് കൊടുക്കും. എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: ഈ 3 ഘട്ടങ്ങളും സ്മൂത്തായി നടക്കാൻ ലിവറിന് വേണ്ടത് വെറും പവർ അല്ല, ശരിയായ ന്യൂട്രീഷനാണ്. ഫേസ് 1 ശരിയായി നടക്കാൻ ശരീരത്തിന് ചില വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും വേണം. ഫേസ് 2 സ്മൂത്തായി നടക്കാൻ മിനറൽസും പ്രോട്ടീൻസും വേണം. ഫേസ് 3 ടോക്സിൻ ശരിക്കും പുറത്തേക്ക് പോകാൻ ഫൈബറും ഗട്ട് സപ്പോർട്ടും വേണം. പക്ഷേ ഇതിലും വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലിവറിന് ഒരു ടൈമിംഗ് ഉണ്ട്. ഒരു ഫാക്ടറി പോലെ ലിവറിനും ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. പകൽ അത് പ്രോസസ്സ് ചെയ്യും, എന്നാൽ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് അത് റിപ്പയർ മോഡിലേക്ക് കടക്കുന്നത്. നമ്മൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ലൈറ്റും ബ്രൈറ്റ് റൂം ലൈറ്റും കൊണ്ട് സ്ലീപ്പ് സൈക്കിൾ തകർക്കുമ്പോഴും ലിവറിന്റെ നൈറ്റ് ഷിഫ്റ്റ് തന്നെ ക്യാൻസൽ ആകും. അപ്പോൾ ഡീടോക്സ് സ്ലോ ആകും, റിപ്പയർ നടക്കാതെ പോകും, വിഷങ്ങൾ പതിയെ അടിഞ്ഞുകൂടും. പുറത്ത് നിങ്ങൾ നോർമൽ ആയിരിക്കും, പക്ഷേ അകത്ത് ഇംബാലൻസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ലിവറിന്റെ ഈ 3 ഫേസസ് മനസ്സിലാക്കുന്നത് വെറും അറിവല്ല, ഒരു സർവൈവൽ നോളജാണ്. ഇന്ന് ഈ വീഡിയോയിൽ ലിവറിന്റെ 3 ഫേസ് ഡീടോക്സ് സിസ്റ്റം എന്താണ്, ഓരോ ഫേസിലും ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ എന്താണ്, എങ്ങനെ ലിവറിനെ നാച്ചുറലായി സപ്പോർട്ട് ചെയ്യാമെന്നെല്ലാം നമ്മൾ വളരെ ക്ലിയറായി മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിന്റെ ബുദ്ധിമാനായ അവയവത്തിന്റെ ലോകത്തേക്ക് ഒരു അത്ഭുത യാത്ര തുടങ്ങാം. കരൾ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം അത് എന്തിനോടാണ് രാപ്പകൽ യുദ്ധം ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കീടനാശിനികൾ മാത്രമല്ല, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കുകൾ, ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്ന പലതരം കെമിക്കലുകൾ, AC-യിലെ പൂപ്പൽ തുടങ്ങി അനവധി പാരിസ്ഥിതിക വിഷാംശങ്ങൾ ദിവസവും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ട്. ഇതിനെ എല്ലാം ഫിൽട്ടർ ചെയ്യേണ്ട ബാധ്യത നമ്മുടെ കരളിനാണ്. വളരെ തിരക്കുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹൈടെക് സുരക്ഷാ ചെക്ക് പോസ്റ്റ് പോലെയാണ് കരളെന്ന് പറയാം. നാം കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതുമായ എല്ലാം ആദ്യം കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഈ ചെക്ക് പോസ്റ്റിലേക്ക് 2 വ്യത്യസ്ത വഴികളിലൂടെയാണ് രക്തം ഒഴുകിയെത്തുന്നത്. ഒന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം. രണ്ടാമത്തേത് നിങ്ങളുടെ കുടലിൽ നിന്നും ആമാശയത്തിൽ നിന്നും നേരിട്ട് വരുന്ന രക്തമാണ്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോയേ തീരൂ. ഇവിടെ ഓരോ മിനിറ്റിലും 1.5 ലിറ്റർ രക്തമാണ് കരൾ ഫിൽറ്റർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം രക്തം ഓരോ 5-6 മിനിറ്റിലും ഈ അവയവത്തിലൂടെ പൂർണ്ണമായും കടന്നു പോകുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം. ഈ ഫിൽറ്ററിംഗ് പ്രക്രിയയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഡേവിഡ് ഹാരിസ് എന്ന വളരെ ഫിറ്റായ ഒരു സൈക്ലിസ്റ്റിന്റെ കഥ നോക്കാം. അദ്ദേഹം ആരോഗ്യകരമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന, സ്ഥിരമായി കഠിനമായ വ്യായാമം ചെയ്യുന്ന, നല്ല ആരോഗ്യമുണ്ടെന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരാളായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയധമനികളിൽ വളരെ വലിയൊരു ബ്ലോക്ക് വന്നു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവരെ ഞെട്ടിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഉയർന്ന അളവിലുള്ള മെർക്കുറിയാണ്. അദ്ദേഹം സ്ഥിരമായി വലിയ മത്സ്യങ്ങൾ കഴിക്കുന്ന ആളായിരുന്നു. കടലിലെ മലിനീകരണം കാരണം ആ മത്സ്യങ്ങളിലൂടെ ഭീമമായ അളവിൽ മെർക്കുറി അദ്ദേഹത്തിന്റെ ശരീരത്തിലെത്തി. ഈ മെർക്കുറി അതിവേഗം രക്തക്കുഴലുകളിൽ വലിയ കേടുപാടുകൾ ഉണ്ടാക്കി. ആ കേടുപാടുകൾ പരിഹരിക്കാൻ അതൊരു ബാൻഡേജ് പോലെ ഒട്ടിച്ചു വെക്കാൻ ശരീരം കൊളസ്ട്രോളിനെ ഉപയോഗിച്ചു. അങ്ങനെയാണ് അവിടെ ബ്ലോക്ക് ഉണ്ടായത്. അവിടെ കൊളസ്ട്രോൾ ആയിരുന്നില്ല വില്ലൻ, മുറിവുണ്ടാക്കിയ മെർക്കുറി ആയിരുന്നു. ഇത്രയും ഭീമമായ അളവിൽ മെർക്കുറിയും മറ്റ് വിഷാംശങ്ങളും ഉള്ളിലേക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് പുറത്തു കളയാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ലല്ലോ. ഈ വരുന്ന വിഷാംശങ്ങളിൽ മിക്കവയും കൊഴുപ്പിലലിയുന്നവയാണ്. അവയെ നമ്മൾ ഫാറ്റ് സൊല്യൂബിൾ ടോക്സിനുകൾ എന്ന് വിളിക്കുന്നു. അതിനെ നേരിട്ട് രക്തത്തിൽ നിർത്തിയാൽ തലച്ചോറിനും ഹൃദയത്തിനും വലിയ കേടുപാടുകൾ സംഭവിക്കും.
അതിനാൽ തന്നെ കരൾ ഈ വിഷാംശങ്ങളെ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളിൽ, അതായത് ഫാറ്റ് സെല്ലുകളിൽ കൊണ്ടുപോയി സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കുന്നു. അപ്പോൾ കൊഴുപ്പ് എന്നത് വെറുമൊരു അലസതയുടെയോ അധികമായി ഭക്ഷണം കഴിക്കുന്നതിന്റെയോ മാത്രം ലക്ഷണമല്ല. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മാലിന്യങ്ങളെ രക്തത്തിൽ കലരാതെ സൂക്ഷിക്കാൻ ശരീരം തന്നെ കണ്ടെത്തിയ ഒരു സൂപ്പർ ലോക്കർ കൂടിയാണിത്. നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി കടുത്ത ഡയറ്റ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കുമ്പോഴോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുമല്ലോ. ആ സമയത്ത് ഈ സുരക്ഷാ ലോക്കറുകൾ തുറക്കപ്പെടും. ഈ കൊഴുപ്പലിയുമ്പോൾ അതിൽ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷാംശങ്ങൾ പെട്ടെന്ന് രക്തത്തിലേക്ക് തുറന്നുവിടപ്പെടും. അങ്ങനെ വിഷാംശങ്ങൾ പുറത്തു വരുന്നത് കൊണ്ടാണ് ഡയറ്റ് ചെയ്യുമ്പോഴോ പട്ടിണി കിടക്കുമ്പോഴോ വല്ലാത്തൊരു വായനാറ്റവും ശരീര ദുർഗന്ധവും അനുഭവപ്പെടുന്നത്. കൊഴുപ്പിൽ ഒളിഞ്ഞിരുന്ന മാരകമായ വിഷാംശങ്ങൾ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതിന്റെ ദുർഗന്ധമാണത്. ഈ വിഷാംശങ്ങളെ സുരക്ഷിതമായി നിർവീര്യമാക്കി പുറത്തു കളയാനാണ് കരൾ 3 ഘട്ടങ്ങളുള്ള ഡീടോക്സിഫിക്കേഷൻ ആരംഭിക്കുന്നത്. ഇതിനെയാണ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടോ അല്ലെങ്കിൽ അടുക്കളയോ വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ആദ്യം അലമാരയിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചു വാരി നിലത്തിടുമല്ലോ. ആ സമയത്ത് നോക്കിയാൽ അടുക്കള ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ അലങ്കോലമായി കിടക്കുന്നത് കാണാം. അതാണ് കരളിലെ ആദ്യത്തെ ഘട്ടത്തിലും, അതായത് ഫേസ് 1ലും സംഭവിക്കുന്നത്. കോശങ്ങളുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ ആദ്യഘട്ടത്തിൽ കരളിലെ ഒരു കൂട്ടം എൻസൈമുകൾ കൊഴുപ്പിൽ ലയിക്കുന്ന ഈ വിഷവസ്തുക്കളെ വിഘടിപ്പിക്കാൻ പ്രവർത്തിച്ചു തുടങ്ങും. സൈറ്റോക്രോം P450 എന്നറിയപ്പെടുന്ന ആ എൻസൈമുകളെ രാസകത്രികകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് വലിയ വിഷതന്മാത്രകളെ മുറിച്ച് ചെറുതാക്കും. ഈ വിഘടിപ്പിക്കൽ പ്രക്രിയയിലൂടെ അവ ഇന്റർമീഡിയറ്റ് മെറ്റബോളൈറ്റുകൾ എന്നറിയപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. സത്യത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത യഥാർത്ഥ വിഷത്തെക്കാൾ 100 മടങ്ങ് അപകടകരമായ രൂപമാണ് ഫേസ് 1ൽ ഉണ്ടാക്കപ്പെടുന്നത്. വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അടുക്കള അലങ്കോലമാകുന്നത് പോലെ നമ്മുടെ ശരീരവും മലിനമാകുന്നു. എന്നാൽ ആദ്യത്തെ ഈ അലങ്കോലപ്പെടുത്തൽ അനിവാര്യമാണ്. സുരക്ഷിതമായ അവസ്ഥയിലേക്ക് അവയെ മാറ്റണമെങ്കിൽ ഈ അപകടകരമായ ഇടവേളയിലൂടെ കടന്നുപോയേ മതിയാകൂ. ഇവിടെ ഫ്രീ റാഡിക്കലുകൾ എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് പ്രതിപ്രവർത്തിക്കുന്ന അസ്ഥിരമായ തന്മാത്രകളും ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിലെ നല്ല കോശങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകളെ തട്ടിയെടുത്ത് കടുത്ത ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും DNA-യെയും മൈറ്റോകോൺട്രിയയെയും നശിപ്പിക്കുകയും ചെയ്യും. ഇതുവഴി നമ്മുടെ കോശങ്ങൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നതിനാലാണ് കാരണമില്ലാത്ത കടുത്ത ക്ഷീണവും തലക്കൊരു ഭാരവും പെട്ടെന്ന് വണ്ണം വെക്കലുമെല്ലാം ഉണ്ടാകുന്നത്. ഈ അതിമാരകമായ ഫ്രീ റാഡിക്കലുകളെ നേരിടാൻ കരളിന് വലിയൊരു ആയുധം ആവശ്യമുണ്ട്. അതാണ് ആന്റി ഓക്സിഡന്റുകൾ. ഈ ആന്റി ഓക്സിഡന്റുകൾ പോയി അവയെ ശാന്തമാക്കും. പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളിലുള്ള പച്ചക്കറികളിൽ നിന്നുള്ള ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി കൂടാതെ സിങ്ക് പോലെയുള്ള ധാതുക്കൾ എന്നിവ ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന വെറും അസ്കോർബിക് ആസിഡ് ഗുളികകൾ മാത്രം പോരാ. അത് വൈറ്റമിൻ സിയുടെ പുറന്തോട് മാത്രമാണ്. ഈ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കണമെങ്കിൽ ബയോഫ്ലാവനോയിഡുകൾ അടങ്ങിയ പൂർണ്ണ രൂപത്തിലുള്ള വൈറ്റമിൻ സി കോംപ്ലക്സ് തന്നെ വേണം. നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് പോലെയുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ നിന്നാണ് ഇത് ശരീരത്തിന് ലഭിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിനുകളും കരളിലെ ഈ 1ാം ഘട്ട എൻസൈമുകളെ ഉത്തേജിപ്പിക്കും. എന്നാൽ നമ്മൾ ജ്യൂസ് ഡയറ്റുകളിലൂടെ അമിതമായ അളവിൽ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ കരളിന്റെ ഈ ആദ്യഘട്ടം വളരെ അമിതമായി വേഗത്തിലാകുന്നു. ഈ അസ്ഥിരമായ മെറ്റബോളൈറ്റുകൾ നിർവീര്യമാക്കപ്പെടുന്നതിന് മുമ്പ് അവ കരളിനുള്ളിലെ ഒരു വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ദിവസങ്ങളോളം ജ്യൂസുകൾ മാത്രം കുടിക്കുമ്പോൾ ഈ വെയിറ്റിംഗ് റൂമിലേക്ക് തുടർച്ചയായി അപകടകരമായ തന്മാത്രകൾ വന്ന് നിറയുന്നു. ഈ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന മാലിന്യങ്ങളെ നേരിടാൻ കരളിന് വലിയൊരു സംവിധാനം ആവശ്യമുണ്ട്. അതാണ് ഡീടോക്സിഫിക്കേഷന്റെ 2ാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. ശാസ്ത്രീയമായി ഇതിനെ കോൺജുഗേഷൻ എന്നാണ് പറയുന്നത്. ഫേസ് 1ൽ ഉണ്ടായ ആ അപകടകരമായ തന്മാത്രകളെ വെള്ളത്തിൽ ലയിക്കുന്നതും അപകടരഹിതവുമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ. ഇതിനായി ചില പ്രത്യേക പോഷകങ്ങൾ ആവശ്യമാണ്. ഗ്ലൈസിൻ, ഗ്ലൂട്ടമിൻ, സിസ്റ്റീൻ തുടങ്ങിയ അമിനോ ആസിഡുകളും ആന്റി ഓക്സിഡന്റുകളുമാണ് ഫേസ് 2 പ്രവർത്തിക്കാൻ അത്യാവശ്യമായി വേണ്ടത്. ഇവ അതിവേഗം പ്രവർത്തിച്ച് ഈ വിഷവസ്തുക്കളുമായി കൂടിച്ചേരും. നമ്മൾ ദിവസങ്ങളോളം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ജ്യൂസ് മാത്രം കുടിക്കുമ്പോൾ അതിൽ പ്രോട്ടീനുകൾ ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ഫേസ് 2 പ്രക്രിയ പൂർണ്ണമായും സ്തംഭിക്കുന്നു. പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് പാക്ക് ചെയ്യപ്പെടാത്ത ഈ അതിമാരക വിഷം അവിടെ തന്നെ വെറുതെ കിടക്കില്ല. അത് വീണ്ടും രക്തത്തിൽ കലർന്ന് മറ്റു പ്രധാന അവയവങ്ങളിലേക്ക് തിരികെ പോകും.
മലേഷ്യയിൽ നിന്നുള്ള 43 വയസ്സുകാരിയായ ഒരു സ്ത്രീ ശരീരഭാരം കുറക്കാൻ വേണ്ടി 2 വർഷത്തോളം പച്ചക്കറി ജ്യൂസ് മാത്രം കുടിച്ച് ജീവിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആരോഗ്യകരമായ ഒരു ഡീടോക്സ് ആണ് ചെയ്യുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ശരീരത്തിൽ പ്രോട്ടീൻ ഒട്ടുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫേസ് 2 പൂർണ്ണമായും സ്തംഭിച്ചു. ഫേസ് 1 പുറത്തു വന്ന മാരകമായ മെറ്റബോളൈറ്റുകൾ മുഴുവനായും പാക്ക് ചെയ്യപ്പെടാതെ കോശങ്ങളെ ആക്രമിച്ച് ഒടുവിൽ അവർക്ക് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഉണ്ടായത്. ഫേസ് 1 ഉൽപ്പാദിപ്പിക്കപ്പെട്ട 100 മടങ്ങ് ശക്തിയുള്ള ഫ്രീ റാഡിക്കലുകൾക്ക് എങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. അവ കോശങ്ങളിലെ DNA നിരന്തരം ആക്രമിക്കുകയും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർച്ചയായുള്ള ഈ സെല്ലുലാർ ഡാമേജ് ആണ് മ്യൂട്ടേഷനിലേക്കും പിന്നീട് ക്യാൻസറിലേക്കും വഴിമാറിയത്. ശരീരം സ്വന്തം വിഷത്താൽ തന്നെ ആക്രമിക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ കഴിച്ച് ഫേസ് 2 കൃത്യമായി നടത്തി ഈ വിഷാംശങ്ങളെ സുരക്ഷിതമായി പാക്ക് ചെയ്തു എന്ന് കരുതുക. ഈ സുരക്ഷിതമായ പാക്കേജുകളെ കോശങ്ങൾക്ക് പുറത്തേക്ക് തള്ളുക എന്നതാണ് കരളിന്റെ ഡീടോക്സ് പ്രക്രിയയിലെ 3ാമത്തെ ഘട്ടം. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പിത്താശയത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പിത്തരസമാണ് പാക്ക് ചെയ്തു വെച്ച വിഷാംശങ്ങളെ കുടലിലൂടെ മലമായും രക്തത്തിൽ കലർന്ന് വൃക്കകളിലെത്തി യൂറിനായും പുറന്തള്ളാൻ സഹായിക്കുന്നത്. ഒരു വലിയ മാലിന്യവണ്ടി പോലെ അത് പ്രവർത്തിക്കുന്നു. നമ്മൾ തടി കുറക്കാൻ വേണ്ടിയും ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും ഫാറ്റ് ഫ്രീ ഡയറ്റുകൾ, അതായത് കൊഴുപ്പ് തീരെയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ. എണ്ണയും നെയ്യുമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കും. അതൊരു വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത്. നമ്മൾ കൊഴുപ്പ് തീരെ കഴിക്കാതിരുന്നാൽ പിത്താശയത്തിന് സങ്കോചിക്കാൻ ആവശ്യമായ സിഗ്നൽ ലഭിക്കില്ല. അതോടെ ഈ പിത്തരസം അവിടെ തന്നെ കെട്ടിക്കിടന്ന് കട്ടിയാകും. ഇതിനെ സ്ലഗ്ഗിഷ് ബൈൽ എന്ന് പറയും. അതോടെ പാക്ക് ചെയ്ത വിഷാംശങ്ങൾ കുടലിലേക്ക് പോകാതെ വീണ്ടും നമ്മുടെ രക്തത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങും. കരളിന്റെ ഇത്രയും നേരത്തെ അധ്വാനം വെറുതെയാകും. അതായത് മാലിന്യവണ്ടി ചലിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പുണ്ടായിരിക്കണം. തേങ്ങ, അവോക്കാഡോ, ബാദാം പോലുള്ള നട്ട്സ് വർഗ്ഗങ്ങൾ, ഫ്ലേക്സ് സീഡ്, ചിയ സീഡ്, മിതമായ അളവിൽ A2 നെയ്യ്, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ പോലെയുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം അത്യാവശ്യമാണ്. ഇതിനൊപ്പം ഈ മാലിന്യവണ്ടിയെ വേഗത്തിൽ ചലിപ്പിക്കാൻ മറ്റൊരു രഹസ്യ വഴി കൂടിയുണ്ട്. അത് പാവക്കയും കറിവേപ്പിലയും പോലെയുള്ള കയ്പുള്ള ഭക്ഷണങ്ങളാണ്. പ്രകൃതിയിൽ കാണുന്ന കയ്പുള്ള പല ചെടികളും ഇലകളും വിഷമുള്ളവയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നാവിൽ കയ്പുരസം തട്ടുമ്പോൾ തന്നെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ട്, പെട്ടെന്ന് അതിനെ പുറന്തള്ളണം എന്ന് തലച്ചോറിനൊരു സിഗ്നൽ ലഭിക്കും. ഇത് കാരണം തലച്ചോർ പെട്ടെന്ന് തന്നെ വലിയ അളവിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കാനും അത് കുടലിലേക്ക് പമ്പ് ചെയ്യാനും കരളിനോട് നിർദ്ദേശിക്കും. ഇനി ഈ പിത്തരസം വഴി കുടലിലെത്തുന്ന വിഷാംശങ്ങളെ മലമായി പുറത്തു പോകുന്നത് വരെ തിരികെ രക്തത്തിലേക്ക് പോകാതെ കുടലിൽ തന്നെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും വഴി വേണ്ടേ? അവിടെയാണ് നമുക്കൊരു സ്പോഞ്ച് അത്യാവശ്യമായി വരുന്നത്. ആ സ്പോഞ്ചാണ് ലയിക്കുന്ന നാരുകൾ അഥവാ സൊല്യൂബിൾ ഫൈബർ. ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റുകൾ, പിന്നെ പച്ചക്കറികൾ എന്നിവയിൽ ഈ നാരുകൾ ധാരാളമുണ്ട്. നാരുകൾ ഇല്ലെങ്കിൽ ആ വിഷവസ്തുക്കൾ കുടലിന്റെ ഭിത്തിയിലൂടെ വീണ്ടും രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടും. 100 വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികർ 10-20 ദിവസം പട്ടിണി കിടന്ന് ഉപവസിച്ചിട്ടും അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അന്നവർക്ക് ഈ പറയുന്ന പ്രോട്ടീൻ ഷേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വിഷലിപ്തമായ ചുറ്റുപാടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കലുകളുടെ എല്ലാം ഭാരം ഇന്നത്തെ നമ്മുടെ കരൾ ചുമക്കുന്നുണ്ട്. പണ്ട് ഇത്രയും വിഷമില്ലായിരുന്നു. പഴയ കാലത്ത് ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ആധുനിക സാഹചര്യത്തിൽ പഴയതുപോലെയുള്ള നീണ്ട ഉപവാസങ്ങൾ അപകടകരമാണ്. കാരണം അത്രയും വലിയ അളവിൽ വിഷാംശങ്ങൾ ഒന്നിച്ചു പുറത്തു വരും. ഇന്ന് സുരക്ഷിതമായത് ആഴ്ചയിൽ 1-2 ദിവസമുള്ള ചെറിയ ഫാസ്റ്റിംഗ് മാത്രമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കരളിനെ സഹായിക്കാൻ എന്തൊക്കെ ചെറിയ ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്? ഒന്നാമതായി, രാവിലെ എഴുന്നേറ്റയുടൻ ചെറു ചൂടുള്ള നാരങ്ങാ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. രാത്രി മുഴുവൻ കരൾ ഡീടോക്സ് ചെയ്ത് പിത്താശയത്തിൽ തള്ളിയ മാലിന്യങ്ങളെ ഒറ്റയടിക്ക് കുടലിലേക്ക് ഫ്ലഷ് ചെയ്യാൻ ഈ നാരങ്ങാ വെള്ളം സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗാർബേജ് ബാഗുകൾ ഉണ്ടാക്കാൻ, അതായത് ഫേസ് 2 ആവശ്യമായ സൾഫർ ലഭിക്കാൻ ബ്രൊക്കോളി, കാബേജ് എന്നിവ കഴിക്കാം. ഇവ കരളിന്റെ ഡീടോക്സ് എൻസൈമുകളുടെ ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മഞ്ഞളിലെ കുർക്കുമിൻ കോശങ്ങളുടെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. ബീട്രൂട്ട് കരളിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന നൈട്രേറ്റുകളാൽ സമ്പന്നമാണ്. പ്രോട്ടീനിനായി പയറുവർഗ്ഗങ്ങളും കഴിക്കാം. ഇവിടെ ഒരു ബോണസ് ടിപ്പ്: ഈ 3 ഘട്ടങ്ങളിലും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായി ലഭിക്കാൻ നമ്മൾ സിരുധാന്യങ്ങൾ, അതായത് പോസിറ്റീവ് മില്ലറ്റുകൾ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇനി നമ്മുടെ കരളിന്റെ ഈ 3 ഘട്ടങ്ങളുള്ള ശുചീകരണ പ്രക്രിയയ്ക്ക് ഇത്രയും കൃത്യമായ സമയക്രമവും അമിനോ ആസിഡുകളും ഫൈബറും അടങ്ങിയ പോഷകങ്ങളും ആവശ്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ടിവിയും കൊണ്ടുകൊണ്ട് അർദ്ധരാത്രി വരെ തുടർച്ചയായി കുറിക്കുന്ന ശീലം നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ആന്തരിക ശുചീകരണ സമയക്രമത്തെ അറിയാതെ തന്നെ തകിടം മറിക്കുന്നുണ്ടാകില്ലേ?
പകൽ മുഴുവൻ സ്വരുക്കൂട്ടിയ വിഷാംശങ്ങളെ പ്രോസസ് ചെയ്ത് 1ാം ഘട്ടവും 2ാം ഘട്ടവും കഴിഞ്ഞ് പിത്തരസം വഴി പുറത്തു കളയാൻ കരൾ തയ്യാറെടുക്കുന്ന ആ രാത്രി, ആ സമയത്ത് നിങ്ങൾ വീണ്ടും പുതിയ ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ ആ മൊത്തം സിസ്റ്റമും കൺഫ്യൂഷൻ ആവില്ലേ? കരളിന് വിശ്രമിക്കാൻ സമയം കൊടുക്കാതെ എപ്പോഴും അതിനെ പണിയെടുപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇതേക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കരൾ അതിൻ്റെ ഏറ്റവും വലിയ ശുചീകരണ ജോലികൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ 3 ഘട്ട പ്രക്രിയയിലൂടെ നമ്മുടെ അടുക്കള വളരെ വൃത്തിയാക്കി വെച്ചു. ഇനി കുറേ നാളത്തേക്ക് അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അല്ലേ? ഇങ്ങനെ കുറേ മാസങ്ങൾ കൂടുമ്പോൾ അടുക്കള വൃത്തിയാക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അപ്പോൾ വൃത്തിയാക്കി അടുക്കള എപ്പോഴും ശുദ്ധിയായി വെക്കുന്നതാണോ നല്ലത്? അതാണ് നമ്മൾ ദിവസവും 16 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം.